തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഷിജി, ഇതെൻ്റെ ഹസ്ബൻഡ് നോബി, എൻ്റെ കുഞ്ഞ് ലോറ. ഞങ്ങൾ കാനഡയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വലിയൊരു ഒരത്ഭുതങ്ങളല്ല, ഒത്തിരിയേറെ അത്ഭുതങ്ങളുണ്ട്. അതിൽ നിയോഗത്തിൽ വെച്ച അത്ഭുതങ്ങൾ ഞാനിവിടെ സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത്. എനിക്ക് 2011 ബ്രസ്റ്റ് ക്യാൻസർ വന്നായിരുന്നു. അതിനുശേഷം മെഡിക്കേഷനും കീമോയും റേഡിയേഷനും എല്ലാം കാരണം കൺസീവ് ആവാനായിട്ട് ഡൗട്ടാണെന്ന് ഡോക്ടർ അന്നേ പറഞ്ഞിരുന്നു. പിന്നീട് 2015 ഞാൻ മാരീഡ് ആവുകയും അങ്ങനെ കാനഡയിലേക്ക് പോവുകയും ചെയ്തു. ഈ മെഡിക്കേഷൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് 2013 തൊട്ട് എനിക്ക് സീഷേഴ്സും സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ 2017 ഞാൻ കാനഡയിൽ എത്തിയതിന് ശേഷം എനിക്ക് സീഷറോ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോവുമായിരുന്നു. പക്ഷേ 2019 ജൂൺ ആയപ്പോൾ എനിക്കൊരു മേജർ സീഷർ വരികയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അത് വളരെ ക്രിട്ടിക്കൽ ആവുകയും ചെയ്തു. എൻ്റെ ഹസ്ബൻഡിൻ്റെ നിന്ന് പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്ത് വാങ്ങുകയും ഒരാഴ്ചത്തോളം ഞാൻ അൺകോൺഷ്യസ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ആ സമയത്ത് ഡോക്ടേഴ്സ് കൂടുതൽ ഹെൽപ്പിനായിട്ട് ആരെങ്കിലും കൂടിയും വരുത്തിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മദറിനെയും വരുത്തിക്കുകയുണ്ടായി. അത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ കോൺഷ്യസ് ആയത്. എന്നിട്ട് മരുന്ന് എല്ലാം ബാലൻസ്ഡ് ആക്കി എന്നെ വീട്ടിലേക്ക് വിട്ടു. പക്ഷേ 1.5 മാസം ഇടവിട്ടിട്ട് എനിക്ക് പിന്നെയും സീഷേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റായിട്ട് എനിക്ക് ഫെബ്രുവരിയിൽ ഒരു മേജർ സീഷർ വന്നപ്പോൾ എൻ്റെ അപ്പച്ചനും ചേച്ചിയും ഇവിടെ വരികയും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നെ വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞിട്ട് വീഡിയോ കോളിലൂടെ പ്രാർത്ഥിച്ചു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു വന്ന് സാക്ഷ്യം പറയണമെന്ന്. അതിനുശേഷം പിന്നെ എനിക്ക് അങ്ങനെ സീഷേഴ്സ് ഒന്നും വന്നിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ഉള്ളിൽ വലിയൊരു വേദനയായിരുന്നു, ഒരു കുഞ്ഞെന്നുള്ളൊരു വേദന. മറ്റു കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ എൻ്റെ തമ്പുരാനെ അമ്മ മാതാവ് എനിക്കും ഒരു കുഞ്ഞിനെ വേണം എന്നുള്ളൊരാഗ്രഹം. അങ്ങനെ 2019 തൊട്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടു. പക്ഷെ ഞാൻ കൂടുതൽ കൃപാസനത്തിലേക്ക് വന്നത്